കക്കോത്ത് കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രം ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഓരോ വർഷവും പുതിയ കവുങ്ങും കുരുത്തോലയും ഉപയോഗിച്ച് ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ച് തന്നെ വ്രതാനുഷ്ഠാനത്തോടെ നിർമ്മിക്കുന്ന വലിയ തിരുമുടി വെക്കുന്ന കറുപ്പും വെളുപ്പും മുഖത്തെഴുത്തുള്ള അത്യപൂർവ തെയ്യക്കോലമാണ് കക്കുന്നത്ത് ഭഗവതിയുടേത്. 10 ലക്ഷം രൂപ ചെലവിൽ 600 പേർക്ക് ഇരിക്കാൻ കഴിയും വിധം നിർമ്മിച്ച ഭക്ഷണശാല ഇന്ന് ഭക്തർക്ക് തുറന്നു കൊടുക്കുമെന്ന് ക്ഷേത്രം ജനറൽ സെക്രട്ടറി വിനോദ് കക്കൂത്ത് പറഞ്ഞു. ഉച്ച കഴിഞ്ഞാൽ ഉച്ചരിക്കാൻ പാടില്ലാത്ത അതികഠിനമൂർത്തിയാം രൗദ്രദേവതയായും ശാന്തസ്വരൂപിണിയായ ജഗദംബികയായും കക്കുന്നത്ത് ഭഗവതി സാന്നിധ്യം ചെയ്യുന്ന തറവാടും ദേശവുമാണ് കാലാന്തരത്തിൽ കക്കോത്ത് എന്ന് അറിയപ്പെടുന്നത്. കക്കോത്ത് അനിൽകുമാറാണ് നിലവിൽ ക്ഷേത്രം എംബ്രോൻ. ഓരോ വർഷവും തികച്ചും പുതിയ കവുങ്ങും കുരുത്തോലയും ഉപയോഗിച്ച് ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ച് തന്നെ ക്ഷേത്രം ജന്മാരി വിശ്വകർമ്മജരായ മാമ്പ ആശാരി വളപ്പിൽ വിശ്വകർമാക്കൾ തങ്ങൾക്ക് പൂർവികമായി കിട്ടിയ പാരമ്പര്യം കാത്തുകൊണ്ട് വ്രതാനുഷ്ഠാനത്തോടെ കാൽപാദം കൊണ്ട് ചവിട്ടാതെ കീറി ഒരുക്കുന്ന കവുങ്ങ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വലിയ തിരുമുടി വയ്ക്കുന്ന കറുപ്പും വെളുപ്പും മുഖത്തെഴുത്തുള്ള അത്യപൂർവ തെയ്യക്കോലമാണ് കക്കുന്നത്ത് ഭഗവതിയുടേത്. ഇതിന്റെ ജോലിയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. 10 ലക്ഷം രൂപ ചിലവിൽ 600 പേർക്ക് ഇരിക്കാൻ കഴിയും വിധം നിർമ്മിച്ച ഭക്ഷണശാല ഭക്തർക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞതായും ജനറൽ സെക്രട്ടറി വിനോദ് കക്കോത്ത് പറഞ്ഞു. നമ്മുടെ ഉത്സവം ഇവിടെ അടുത്തു. നാളെ ഉത്സവത്തിന് കാവിൽ കയറൽ ചടങ്ങാണ്. അതോടനുബന്ധിച്ച് ഈ വർഷവും നിങ്ങൾ ഭക്തജനങ്ങൾക്കായി ഒരുപാട് സൗകര്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രഥമ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ഊട്ടുവരെയാണ്. ഭക്ഷണശാല 600 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണശാല 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു. അതുകൂടാതെ നമ്മുടെ റോഡ് കുഗ്രാമത്തിലേക്കുള്ള റോഡ് എന്നുള്ളത് മാറി നഗരവീതിയിലേക്കുള്ള റോഡാക്കി മാറ്റി 6 മീറ്റർ വീതിയുള്ള നല്ലൊരു റോഡാക്കി മാറ്റി തന്നിട്ടുണ്ട്. ജനങ്ങളോട് ഒറ്റൊരു ദിവസം ഒരു മണിക്കൂർ കൊണ്ട് സംഭവിച്ച റോഡാണ്. ഒരാളും എതിർപ്പ് പറയാതെ ഇത്ര സന്തോഷത്തോടുകൂടി സംഭവിച്ച ഒരു റോഡ് നിർമ്മാണം ഈ ഒരു ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കേണ്ടി വരുന്നതാണ് എൻ്റെ അഭിപ്രായം.